വെളിപ്പാട് 13, 16, 17, 18. വെളിപ്പാട് 13, 16, 17, 18. ഏകലോക ഭരണം വരാൻ പോകുന്നു. വായിച്ചോട്ടെ മക്കളെ. ചെറിയവർ വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും ആ ആ ആ അവിടം വരെ നിൽക്കട്ടെ. മുദ്ര അവിടം വരെ നിൽക്കട്ടെ. നാളെ ഇതിൻ്റെ ബാക്കിയാണ്. ഇതിനകത്ത് ഇനി ക്ലിയർ ആയിരിക്കണം ബൈബിളും സയൻസുമാണ്. ഇത് പത്മോസിൽ യോഹന്നാൻ പറയുന്നു, അന്നാളിൽ ചെറിയവർ വലിയവർ ദരിദ്രർ ദാസർ ഏവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ കൃപയാൽ. ഈ കോവിഡ് കാലത്ത് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി, ചർച്ചിൽ പോയി, നിങ്ങളുടെ ചൂട് എവിടാ നോക്കിയത്? വരാൻ പോകുന്ന ചിപ്പിന് മനുഷ്യനെ കണ്ടീഷൻ ചെയ്യുക. എവിടാ നോക്കിയത്? കൈമേ ചൂടടിച്ചോ? കരമുയരുന്നില്ലല്ലോ. ചില അച്ചായന്മാർ ചെന്നപ്പോൾ തലയിൽ ചൂടടിച്ചോ? ഇന്നിവിടെ വന്നപ്പോൾ നമ്മുടെ സിസ്റ്റർ കയ്യിലൊരു സാധനം വെച്ചിരുന്നുണ്ടോ? ഇൻഫ്രാറെഡ് മീറ്റർ. മിണ്ടുന്നില്ലല്ലോ. മറവ് ഇത്രയും ഭയങ്കരമാണോ? താഴെ വന്നപ്പോൾ മോളിച്ചിരി ഇത് അടിച്ച് തന്നു. അണ്ട് ഈ കുഞ്ഞ് കയ്യിലൊരിത് വെച്ച് ഉടനെ ചിന്നമ്മ സിസ്റ്റർ കാലെ കൊലിസയിലാണോ ചൂടടിച്ചത്? സ്വോത്രം. ഇപ്പോൾ ബൈബിൾ റെഡി ആയില്ലയോ? അന്നാളിൽ ചെറിയവൻ വലിയവൻ സമ്പന്നൻ ദരിദ്രൻ എല്ലാവരുടെയും കയ്യിലും തലയിലും ചൂടടിച്ചില്ലയോ? 2 സയൻസ് കൂടെ പറയുമ്പോൾ കേട്ടോണം. അപ്പോൾ ചർച്ചിൽ നമ്മുടെ ശോഭന സിസ്റ്റർ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു കൊച്ചു മോനെ ആ വാതൊക്കെ ഇരുന്ന് 99.something. ചേച്ചി സ്ഥലം വിട്ടോ? ആ വെള്ളനാട്ടിയെന്ന് മൂക്കിനകത്തൊരു കമ്പിട് 300 കോട് പറ്റുമെങ്കിൽ വീട്ടിൽ ദിവസം 7 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കാൻ മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. ചൂട് കൂടിയപ്പോൾ സ്വോത്രം. അങ്ങനെ തൊട്ട് പറയാം അബ്രാച്ചൻ ചേട്ടൻ ചെന്നപ്പോൾ തലയിൽ ഒരു കീക്കി കൂക്കു അടി 39.9 40. അച്ചായ അന്തർ നെയ്യാവോ ജാവോ കർമ്മേ. സ്വോത്രം. വീട്ടിൽ പോയി പായിട്ട് കിടന്നോളാം. സ്വോത്രം. കഞ്ഞി കുടിച്ചോളാം. ടെസ്റ്റ് എടുക്കായി. ക്ലിയർ ആയോ മെഡിക്കൽ സയൻസ്? അന്നാളിൽ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ സമ്പന്നൻ ഏവർക്കും വലം കൈമേൽ നെറ്റിമേൽ. അതിൻ്റെ ട്രയലാ. സംഭവം ഒന്നും വന്നിട്ടില്ല. നമ്മളെ കണ്ടീഷൻ ചെയ്യുന്നതാ. കയ്യിൽ ചൂടടിച്ചു തുടങ്ങി. ഇൻഫ്രാറെഡ്. അങ്ങനെയുള്ളവർക്കേ പ്രവേശനം. അത് കഴിഞ്ഞിട്ട് തലയിൽ ചൂടടിച്ചു തുടങ്ങി. ഇനി അതിൻ്റെ ഒരു സയൻസ് കൂടെ പറഞ്ഞിട്ട് 4Gയിലോട്ട് പോയിട്ട് ഇന്ന് രാത്രി നിർത്തും. ഈ പേനയുടെ വില എനിക്കറിയത്തില്ല. ഞാൻ കരമനയിൽ അല്ലെങ്കിൽ കേശവദാസപുരത്ത് ബിഗ് ബസാറിൽ ചെന്നപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ പെങ്കൊച്ചിനെ കൊണ്ട് കാണിച്ചു. കമ്പ്യൂട്ടറിൽ അടിച്ചപ്പോൾ എനിക്കും അറിയത്തില്ല, പെങ്കൊച്ചിനും അറിയത്തില്ല. ഈ ബാർകോഡ് വന്നു. 10 രൂപ 50 പൈസ. നല്ല പേന. ഇതാര് പറഞ്ഞു? ഇതാ 4G വരെ ലോകം എത്തി. ലോകം ഒരുവൻ്റെ കയ്യിൽ. തീർന്നില്ല. അതാ ഏകലോക ഭരണം. നമ്മളെ കണ്ടീഷൻ ചെയ്ത് ഇന്ന് നമുക്ക് ചൂടടിച്ചതേ ഉള്ളൂ. മാർക്കോ കയ്യിലൊന്നും വരച്ചില്ല. ഇത് പിന്നത്തതിൽ വരുന്ന ചിപ്പിലേക്കാണ് ലോകം നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ തുടർഭാഗമായിരിക്കും നാളെ. അപ്പോൾ പത്മോസിൽ യോഹന്നാൻ കണ്ടപ്പോൾ വലങ്കൈ നെറ്റി മുദ്ര. അതിൻ്റെ തുടക്കം കോവിഡിൽ. ഇന്ന് വരെ നമ്മൾ ആരെങ്കിലും കടയിൽ പോയിട്ട് കൈ ചൂടടിച്ച അമ്മാമ്മേ? ഇന്ന് വരെ അടിച്ചിട്ടില്ലല്ലോ. കോഡ് വന്നിട്ടല്ലേ അമ്മച്ചി കൈ ചൂടടി തുടങ്ങിയത്? അച്ചായ അങ്ങനെയല്ലേ തുടങ്ങിയത്? പണ്ട് നമ്മൾ മാർക്കറ്റിൽ പോവും, പള്ളിയിൽ പോവും, എവിടെ പോവും, വല്ലവരും ചൂടടിച്ചിട്ടുണ്ടോ? സ്വോത്രം. എത്ര പനി വന്നിട്ട് ആരും ചൂടടിച്ചില്ല. നമ്മുടെ സിസ്റ്റം മാറ്റിയതാണിത്. അങ്ങനെയെങ്കിൽ ഇനി ലോകം പറയുന്നത് എന്നും RT-PC എടുക്കാൻ പറ്റത്തില്ല, എന്നും നിങ്ങൾക്ക് കിറ്റ് തരാൻ പറ്റത്തില്ല, എന്നും നിങ്ങൾക്ക് വാക്സിൻ തരാൻ പറ്റത്തില്ല. ഒരു വാക്സിൻ തരും. ആ സമയത്ത് എല്ലായിടത്തും നിങ്ങൾക്ക് സഞ്ചരിക്കാം. പക്ഷേ വാക്സിനോടൊപ്പം ചിപ്പ് കയ്യിൽ വെക്കണം. അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. ഈ വലിയ വലിയ മാളുകളിലൊക്കെ പോയിട്ടുള്ളവർ വല്ലവരും ഉണ്ടോ? തിരുവനന്തപുരത്തൊക്കെ ചില മാളിൽ ഗേറ്റ് തുറക്കുന്ന ആരാ അമ്മാമ്മ? അവിടെ സെക്യൂരിറ്റി ഉണ്ടോ? ഇല്ലല്ലോ. ചില ബാങ്കിലൊക്കെ ചെല്ലുമ്പോൾ ആരാ ഗേറ്റ് തുറക്കുന്നത്? നമ്മളിങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ നമ്മുടെ നിഴലടിക്കുമ്പോൾ തുറന്നു വരത്തില്ലേ? മിണ്ടുന്നില്ലല്ലോ. കണ്ടിട്ടില്ല. കൈ ഉയരുന്നില്ലല്ലോ. ഗൾഫ് രാജ്യത്ത് ആരും പോയിട്ടില്ലയോ? ഗൾഫ് രാജ്യത്ത് എനിക്ക് വിസയെ വേണ്ട സ്വോത്രം. എനിക്ക് ഇവിടെ തന്നെ നിൽക്കാമേ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല സ്വോത്രം. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നമ്മുടെ കുമാരദാസ് വാസൻ ഉണ്ടല്ലോ പോയത്. അദ്ദേഹം എയർപോർട്ടിൽ ചെന്ന് കാല് വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഡോറ് തുറന്നു വരുന്നു. ബായി അന്തറാവോ? സ്വോത്രം. കണ്ടില്ലേ? ക്ലിയർ. കറക്റ്റ് അല്ലേ പാസ്റ്ററെ? നിഴലടിക്കുമ്പോൾ ഗേറ്റ് തുറന്നു വരും കമ്പ്യൂട്ടർ വഴി. അങ്ങനെയെങ്കിൽ ഇനി ഈ കള്ള സർട്ടിഫിക്കറ്റ് RT-PC വേണ്ട. കയ്യിലൊരു മുദ്ര കൊടുത്ത് ഇങ്ങനെ താണ്ട മോൻ്റെ ഈ ലാപ്ടോപ്പിൽ അടിക്കുമ്പോൾ നമ്മുടെ വഴിവാതിലെല്ലാം തുറക്കും. അതിൻ്റെ പേരാ 5G സാറ്റലൈറ്റ്. നാളെ അതിലേക്ക്. ഇനി രണ്ടാമത്തെ കാര്യം, ഒന്ന് കൈമേലും നെറ്റിമേലും മുദ്ര. ഇതല്ലയോ ബൈബിളിൻ്റെ നൈർമല്യത? ഇതല്ലയോ ബൈബിളിൻ്റെ വിശുദ്ധി? സ്തോത്രം.
കാരക്കോളം മെഡിക്കൽ കോളേജിൽ പോയി 80 ലക്ഷം തിരുമേനിക്ക് അഡ്മിഷൻ കൊടുത്ത് യോഗന്ന അവിടെ കള്ള MBBS എടുത്തതെന്നു. സ്വോത്രം അല്ല. പത്മോസിൽ കടന്നപ്പോൾ കാരാഗ്രഹത്തിന്റെ നടുവിൽ ഒരപ്പച്ചൻ നിലവിളിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം എഴുതി കൊടുത്ത പ്രവചനം കോവിഡിന്റെ മറവിൽ നിങ്ങളുടെ കൈമേലും നെറ്റിമേലും ചൂടടിച്ചെങ്കിൽ, അഥവാ ഇന്ന് രാത്രി മീറ്റർ വച്ചെങ്കിൽ, ആന്റി ക്രൈസ്റ്റിന്റെ ചാൽ ഒരുക്കുക. പക്ഷെ അതിനു മുമ്പ് അവന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട മണവാട്ടി മധ്യാകാശത്തിൽ പോകും. സ്തോത്രം. അതുകൊണ്ട് ആ കവലകെട്ട് തോറും 2 വാക്യം കൂടെ വായിക്കുമ്പോൾ നിർത്താം. ഇനി യഹൂദന്റെ വിഷയം കൈമേലും നെറ്റിമേലും. പുറപ്പാട് 13:9. ദൈവാസന്മാരെല്ലാം നോട്ട് ചെയ്തു, സഭയിൽ പ്രസംഗിക്കണതൊക്കെ. പുറപ്പാട് 13:9 യഹൂദനോടുള്ള വിഷയത്തിൽ വായിച്ചാട്ട്. പുറപ്പാട് 13:9. യഹോവയുടെ ന്യായപ്രമാണം യഹൂദന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് കണ്ണുകളുടെ നടുവ മലയാളം നെറ്റി. 2 കണ്ണിന്റെ നടുക്കായി നെറ്റി. അതാണ് കൈമേലും നെറ്റിമേലും. വായിച്ചാട്ട് മോളെ. മതി. മോശയെന്ന് വല്ലവരും കേട്ടിട്ടുണ്ടോ? മോശയുടെ കൊച്ചുമക്കളുടെ 3 തലമുറ എവിടെ ഉണ്ട്? 1 ഹസദിക്ക്, 2 ഹർദീക്ക്, 3 നെട്ടൂരിക്കർത്ത. അവന്മാരാ ഈ കറുത്ത ഡ്രസ്സ് ഇട്ട് ഇസ്രായേലിൽ ചിലർ നടക്കുന്ന കണ്ടിട്ടുണ്ടോ? മിണ്ടുന്നില്ല. TV കാണുമ്പോൾ കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടും തലയില്ല ചപ്പാത്തി നടത്തിയോലെ ഒരു തൊപ്പിയും വെച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. സ്വോത്രം. അവന്മാരായി വിലാപം അതിൽ ചെന്ന് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന വല്ലവരും കണ്ടിട്ടുണ്ടോ? സ്വോത്രം. ചുരുളെഴുതി വെച്ചിരിക്കുന്ന സ്വോത്രം. അപ്പൊ അവന്റെ എവിടാ ഈ വചനം? ദാന്റെ കൈക്കകത്ത് ഇങ്ങനെ പത്തിക്കകത്ത് വചനം കെട്ടിവെച്ചിട്ടുണ്ട്. ഇതൊരു ഭയങ്കര കാര്യമായി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് തലയിൽ, നമ്മുടെ തേങ്ങ വെട്ടാൻ വീട്ടിൽ വരുന്ന അവറാച്ചാന്നാണ്ട് തലയിൽ ഒരു ചുറ്റിക്കെട്ടും കെട്ടിയിട്ടല്ലേ കയറുന്നത്. അതുപോലെ അവൻ്റെ തലയിൽ യഹൂദൻ്റെ വചനം എഴുതി വെച്ചിട്ടുണ്ട്. യഹോവയുടെ ന്യായപ്രമാണം ജ്ഞാപക ലക്ഷ്യമായി നിന്റെ കൈകളിൽ അടയാളം, നിന്റെ കണ്ണുകളുടെ നടുവിൽ അടയാളം. ആന്റി ക്രൈസ്റ്റ് വരും, ഇത് വലിച്ചിളക്കി ചിപ്പ് കയറ്റും. മിണ്ടുന്നില്ല. യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും. ലോകത്തിന്റെ പ്രഭു വരുന്നു. സ്തോത്രം. കറക്റ്റ് വചനം. നെഞ്ചു കീറി ഏറ്റെടുത്തോണം. ഇനി ഈ കൈമേലും നെറ്റിമേലും ഇത് കെട്ടിയിരിക്കുന്നു. ഇനി അടുത്തതൊന്ന് മനസ്സിലാക്കണം. കൈമേലും നെറ്റിമേലും ഇത് കെട്ടിയിരിക്കുമ്പോൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കേട്ടോണേ. 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിനെ കൊണ്ട് കൈവച്ച് പ്രാർത്ഥിച്ചോ? മിണ്ടുന്നില്ലല്ലോ. എണ്ണ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ കൊടുത്തോ? മിണ്ടുന്നില്ലല്ലോ. നാട്ടുകാരെല്ലാം അവളെ വേലി കെട്ടി തിരിച്ചിരുന്നതാ. സ്വോത്രം. മോഡി സാറ് വരുന്നത് പോലെ. സ്വോത്രം. പക്ഷെ വിശ്വാസത്താൽ അവൾ എങ്ങനെയോ ഞെങ്ങിഞ്ഞിറങ്ങി എവിടാ പിടിച്ചത്? യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. സ്വോത്രം. മിണ്ടുന്നില്ല. ഇതെവിടൊക്കെയാ വചനം എന്നറിയാമോ? 1 തലമേൽ യഹൂദന്റെ റബ്ബി, 2 കൈക്കകത്ത് പത്തി, പിന്നെ അവന്റെ കോട്ട് പോട്ടിരിക്കുന്ന ജുബ്ബായുണ്ട്, അതിനകത്ത് വചനമുണ്ട്. സ്വോത്രം. അവള് വിശ്വാസത്താൽ ആ വചനത്തിൽ കയറി പിടിച്ചപ്പോൾ ഒരു ശക്തി പുറപ്പെട്ടു. മിണ്ടുന്നില്ല. ബാധ ഒഴിഞ്ഞുപോയി. ഇന്ന് രാത്രി അവൻ തൻ്റെ വചനമയച്ച് അവരെ വിടുവിച്ചു. അവൻ തൻ്റെ വചനമയച്ച് അവർ കുഴികളിൽ നിന്ന് വിടുവിച്ചു. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നത്, ഒരു ദൈവദാസൻ ഇറങ്ങി നിന്റെ തലയ്ക്ക് കൈവച്ചില്ലെങ്കിൽ വചനത്തിൽ നീ ഉറച്ചാൽ, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് സ്വർഗം പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിങ്ങൾ. സ്തോത്രം. ഇതിൻ്റെ പേരാ മക്കളെ, സിസ്റ്റർ ബ്രദർ, ഇതിൻ്റെ പേര് അത്ഭുത രോഗശാന്തി. ഇന്നത്തെ കണക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് യേശു മേടിച്ചോ? എത്ര ആശുപത്രി പോയെന്ന് ചോദിച്ചോ? അവക്കൊരു വിശ്വാസമുണ്ടായിരുന്നു, എൻ്റെ കർത്താവിന് അസാധ്യമായിട്ടൊരു കാര്യമില്ല. സ്വോത്രം. അവളെന്തോ ഇത് വിശ്വാസത്താൽ വചനത്തിൽ പിടിച്ചപ്പോൾ ശക്തി പുറപ്പെട്ടു, ബാധ ഒഴിഞ്ഞു പോയി. സ്വോത്രം. അതുകൊണ്ടല്ലേ ഞങ്ങൾ സ്റ്റേജിനകത്ത് നെഞ്ചു കീറി പറയുന്നത്, കത്തി തൊടാതെ സർജറി ചെയ്യാൻ. ഇന്ന് രാത്രി അത് വിശ്വസിക്കണം. നിന്റെ പൾസർ റേറ്റ് യേശുവിന് വേണ്ട, നിന്റെ ബ്ലഡിന്റെ റേറ്റ് യേശുവിന് വേണ്ട, നിന്റെ ECGയുടെ റേറ്റ് യേശുവിന് വേണ്ട, നിന്റെ കിഡ്നിയുടെ ഡയാലിസിസ് യേശുവിന് വേണ്ട. ഇന്നു രാത്രി, ഈ കൺവെൻഷന്റെ രാത്രി, ഫെബ്രുവരി മാസം 22-ാം തീയതി, നല്ല ചൊവ്വാഴ്ച, നീ കർത്താവിനെ വിശ്വസിച്ച് അവന്റെ വചനത്തെ തൊടാമെങ്കിൽ ലോക രാജ്യത്ത് എവിടെ ഇരുന്നാലും ഇന്നു രാത്രി 12 വർഷം രക്തസ്രാവക്കാരിയുടെ ശരീരത്തിനകത്ത് ബാധ ഒഴിഞ്ഞു പോലെ ശന്തരാധിക ജാനബോ
ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ചില കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. നാളുകളായി രക്തത്തിന്റെ അവസ്ഥയിൽ, രക്തസ്രാവത്തിന്റെ അവസ്ഥയിൽ ആശുപത്രികളുടെ വാതിൽ അടഞ്ഞ് ഇനി ഒരു രക്ഷയില്ലെന്ന് പ്രാർത്ഥിക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ മേൽ ഇന്ന് രാത്രി ഒരു നദി ഒഴുകുന്നത് പോലെ, ഒരു തീ കത്തുന്നത് പോലെ, ഒരു കാറ്റടിക്കുന്നത് പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ കൃപ ലോക രാജ്യങ്ങളിൽ ഈ മെസ്സേജ് നടക്കുമ്പോൾ ചില ശരീരങ്ങളിലേക്ക് പാഞ്ഞിറങ്ങുന്ന രാത്രിയായി മാറട്ടെ. Something is happened in this moment. The miracle power, the healing power, the mighty presence of Holy Spirit. കല്ലറയെ പൊട്ടിച്ച് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച യേശുവിന്റെ വല്ലമയുടെ കൈ ഇന്ന് രാത്രി വചനപ്രകാരം ചിലതിനെ തൊടട്ടെ. സ്വോത്രം. രാത്രി വചനം മനസ്സിലാക്കണം. യേശു വരാറായി, യേശു വരാറായി. താങ്ക് യു ലോർഡ്. മക്കളെ, രണ്ട് സയൻസ് കൂടെ നിർത്തും. കൈമേൽ നമ്മുടെ ചൂടടിച്ചു, തലയിൽ ചൂടടിച്ചു, ജനത്തെ കണ്ടീഷൻ ചെയ്തു. 2, യഹൂദൻ തള്ളിക്കളഞ്ഞ കല്ല് യേശു മൂലക്കല്ലായി അവിടെ വരുന്നതിന് മുമ്പ് ആൻറ്റി ക്രൈസ്റ്റ് കയറും. അവൻ കൈക്കകത്തിരിക്കുന്ന കെട്ടഴിക്കും, തലയിലെ കെട്ടഴിക്കും. ഒരു ചിപ്പ്, അതാ യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. അത് നിന്റെ തലയിൽ അടയാളം, നെറ്റികളുടെ നടുവിൽ, കയ്യിൽ ജ്ഞാപകലക്ഷ്യം. അങ്ങനെയെങ്കിൽ അന്ത്യകാലത്ത് മനുഷ്യനെ ട്രാക്ക് ചെയ്യാൻ സാറ്റലൈറ്റ് വരുമോ? അതുകൊണ്ട് ഇന്ന് രാത്രി നിർത്തും 2 വാക്യങ്ങൾ കൂടെ, ഒരു സയൻസ് കൂടെ. അങ്ങനെയെങ്കിൽ ഇപ്പം എത്ര G വരെത്തി? 3G ചിലയിടത്ത് 4G. കൈ ഉയരുന്നില്ലല്ലേ? അയ്യോ, ആരും കുമാരദാസ് ഭാഷ മൊബൈൽ ഉപയോഗിക്കത്തില്ല. TPM-കാരെക്കാളും എത്ര നല്ല കുഞ്ഞുങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. സ്വോത്രം. നെറ്റ് കിട്ടാതെ വരുമ്പോൾ ചേട്ടനോട് പറയും, ഈ പന്ന നെറ്റ്വർക്കിൽ നിന്ന് മാറിയാൽ മതി, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വോത്രം. അങ്ങനെ പറയുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. സ്വോത്രം. ഇപ്പം 3G 4G വരെ എത്തി. എവിടം വരെ 3G 4G ആയി? 5 കാര്യം പറയുമ്പോൾ നോയിക്കോണം. 1, ആദ്യത്തെ 3G വരുന്നത് GPS മതിൽ ചാടുമ്പോൾ. പാറശാലയ്ക്കപ്പുറം കളിക്കാവിള ഉണ്ടായിരുന്നു? മിണ്ടുന്നോ ആരും? ഇവിടെ നിങ്ങൾ മൊബൈലുമായിട്ട് കളിക്കാവിള പോയി ആരെങ്കിലും ഉണ്ടോ? സയൻസിലേക്കാണ് വരുന്നത്. കൈ ഉയർത്തിയാട്ടെ. കളിക്കാവിള മൊബൈലുമായിട്ട് പോയത് അബൈജു പാസ് മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കി അവരാരും പാറശാല, ഇഞ്ചിവിള, ഇടിച്ചക്കപ്പലാം കൂടെ കണ്ടിട്ടില്ല. സ്വോത്രം. അതിൻ്റെ അപ്പുറത്ത് കയറുമ്പോൾ ഒരു മെസ്സേജ് വരും, വെൽക്കം ടു സെൽ 1 തമിഴ്നാട്. കണ്ടോ? സാറ്റലൈറ്റിലേക്ക്. നമ്പർ 1 അത് GPS. നമ്പർ 2 ATM. മിണ്ടുന്നില്ലല്ലോ? ഈ കാർഡിനകത്ത് ഒരു പാർട്ടിക്കിളുണ്ട്, നാനോ, സിലിക്കോൺ, മൈക്രോ, DNA. ഈ പാർട്ടിക്കിൾ വെച്ചിട്ട് എന്തോ ചെയ്യാം? എനിക്ക് ഏത് ATM-ൽ നിന്നും കാശെടുക്കാം. മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ? ചായ കുടിച്ചാൽ ഇത് പോരെ? ഇതെല്ലാം 4Gയിലേക്ക് വന്നു. നമ്പർ 1 മതിൽ ചാടുന്നു. നമ്പർ 2 ATM. നമ്പർ 3 ആനയുടെ വാലിൽ ചിപ്പെന്ന് വല്ലവരും കേട്ടിട്ടുണ്ടോ? കൈ ഉയരുന്നില്ലല്ലോ? ആനയുടെ വാലിൽ ചിപ്പ് വെച്ചു. എന്തിനാണെന്നറിയാമോ? പാപ്പാന് കാണാനല്ല. സ്വോത്രം. ആന ഏതെങ്കിലും അമ്പലത്തിൽ പോയാൽ നാട്ടുകാരെ കൈകാര്യം ചെയ്യാതിരിക്കാൻ ആനയുടെ വാലിൽ, ബാക്കി നാളെ ഞാൻ ക്ലിയർ തരാം. താണ്ട് മനുഷ്യൻ്റെ വാലിൽ കൊടുക്കുന്നത് പോലെ ആനയുടെ വാലിൽ ചിപ്പ് വെച്ചു. അപ്പോൾ ഇതിനകത്ത് ഈ ലാപ്ടോപ്പ് വഴി സ്കാൻ ചെയ്യും. QR കോഡ് പോലെ സ്കാൻ ചെയ്യുമ്പോൾ ആനയുടെ ബ്ലഡിൻ്റെ ക്ലിയറൻസ് അറിയാം. നെർവിനകത്ത് മതപ്പാടുണ്ട്. മൃഗഡോക്ടർ പാപ്പാനോട് പറയും, ഇവനെ നേരെ കൊണ്ടുപോ, കുറ്റിച്ചൽ റൂട്ടി നല്ല തെങ്ങിൻ്റെ ഇടയിൽ തളച്ച് കുറച്ച് കരിമ്പും പട്ടയെല്ലാം വെട്ടിയിട്ട് കൂടില്ല, അമ്പലത്തിൽ എല്ലാത്തിനെയും വലിച്ചവനെ എറിയുമെന്ന്. സ്വോത്രം. 3-മത്തത് കണ്ടോ? സയൻസ് ടെക്നോളജി വളരുന്നത് അന്ത്യകാലത്ത്. 3. 4-മത്തെ ചിപ്പ്. ഇന്ന് വില കൂടിയ കാറുകൾ നോക്കിക്കോണേ. വില കൂടിയ കാറുകളിനകത്ത് അകത്തൊരു ചിപ്പുണ്ട്. അത് കമ്പനിക്കറിയാം. നമ്മുടെ കാറ് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയാൽ നമ്മുടെ കമ്പനിയെ വിളിച്ചു പറഞ്ഞാൽ അവർ സാറ്റലൈറ്റ് വഴി ട്രേസ് ചെയ്യും. കാർ അവിടെ കിടക്കുന്നു. മിണ്ടുന്നില്ല. സന്തോഷമില്ല. അന്ന് വലിയവർ, ചെറിയവർ, സമ്പന്നർ, ദരിദ്രർ, ദാസർ ഏവർക്കും വലങ്കൈ മേലും നെറ്റിമേലും മുദ്ര വരുന്നതിനാ മൊബൈല്, ATM, ആനയുടെ വാല്, കാറ്. 4-മത്തത്. 5. അതിർത്തി കടക്കാൻ വഴി കൈ കാണിക്കണോ? വേണ്ട. ഫാസ്റ്റാഗ്. കാറുള്ളവരൊന്ന് കൈ ഉയർത്തിയാട്ടെ. നിങ്ങൾക്ക് ആ കാർ എനിക്ക് വേണ്ട. ഈ കാറിൻ്റെ തലയിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ലേ? ഫാസ്റ്റാഗ്. മിണ്ടുന്നില്ലല്ലേ? സന്തോഷമില്ലല്ലേ? സിസ്റ്ററെ വിഷമിക്കണ്ട. കാറൊന്നും എനിക്ക് വേണ്ട, മേടിക്കത്തേ ഇല്ല. സ്വോത്രം. വിഷമിക്കണ്ട. ഫാസ്റ്റാഗ്. ഈ ഫാസ്റ്റാഗ് എന്തിനാ? ബൈജു പാസ്റ്ററെ വഴിയിൽ ഇപ്പം നിർത്തണം. കോവളം തിരുവല്ല വലിയ ആ റോഡ്
മിണ്ടുന്നില്ലല്ലോ. അങ്ങനെ റോട്ടിൽ വല്ലവരും പോയിട്ടുണ്ടോ? മിണ്ടുന്നില്ല. കുമാരദാസ് മാസ്റ്റർ ഇവരാരും തിരുവനന്തപുരത്തുകാരല്ല, പാലക്കാട് നിന്ന് കൺവെൻഷന് വന്നവരുടെ സ്വോത്രം. ഇവർക്ക് കോവളം അറിയത്തില്ല, തിരുവല്ലം അറിയത്തില്ല, വണ്ടിത്തടം അറിയത്തില്ല, പൂവാർ റോഡും അറിയത്തില്ല, നിങ്ങൾക്ക് വിഴിഞ്ഞോ അറിയത്തില്ല. സ്വോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാം, പണ്ട് അവിടെ നിർത്തി കാശ് കൊടുക്കണം. ഇപ്പം വല്ലതും വേണോ? ദാ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ടാഗ് ഇറങ്ങി വരും, കാറിനെ സ്കാൻ ചെയ്യും. ഇതെവിടുന്ന് കൊണ്ടുവന്നേ? ഇസ്രയേലിൽ നിന്ന് അമിത്ഷായും മോഡി സാറും നെതന്യാഹുവിൻ്റെ അടിച്ചുകൊണ്ട് വന്നേ ഈ കാറ്. പലരും വിചാരിക്കും ഞങ്ങളുടെ കാറാണ് കാണുന്നതെന്ന്. ഇല്ല ചിന്നമ്മാമ, സ്കാൻ ചെയ്യുക. വണ്ടിക്കകത്ത് വല്ല കള്ളനോട്ടോ മയക്കുമരുന്നോ വല്ലതും വെച്ചോണ്ട് പോവല്ല, അകത്ത് അപ്പം പിടി വീഴും. സ്വോത്രം. പിന്നെ വല്ല കള്ളനോട്ടം കാണുന്നുണ്ട് ഞങ്ങളെപ്പോലുള്ളവരെ ഏൽപ്പിച്ചാൽ രഹസ്യമായിട്ട് പാസ്റ്റർ വരാകുമ്പോൾ കുഴപ്പമില്ല, മാറ്റി കൈത്തരാം. സ്വോത്രം. ഇച്ചിരി വടക്കേ ഇന്ത്യക്കും കൊടുക്കാം, ബാക്കി ഞങ്ങളും വെക്കാം. സ്വോത്രം. കാറിനകത്ത് കമ്പിപ്പാരയോ വല്ലതും വെച്ച് കോവളം തിരുവല്ലം പോകുമ്പോഴാ തൊട്ടപ്പുറത്ത് കിടക്കുന്ന 112 കയ്യോടങ്ങ് പിടിക്കും. സ്വോത്രം. കാർ സ്കാൻ ചെയ്ത് ഇന്ത്യ മുഴുവൻ ഫാസ്റ്റാഗ്. അമിത്ഷായും മോഡി സാറും അതിർത്തികളിൽ നോട്ട് കച്ചവടവും മയക്കുമരുന്നും കടത്താൻ വേണ്ടിയ ഈ ഫാസ്റ്റാഗ്. ആലുവ, പാലിയക്കര, തമിഴ്നാട്, മാർത്താണ്ഡം, സകലയിടത്ത് ഒറ്റ ഫാസ്റ്റാഗ്. 5 4G ടെക്നോളജി നിങ്ങളുടെ കയ്യിൽ ഞാൻ കേൾപ്പിച്ചു. ഒന്നേ ദാ കിടക്കുന്നു. നമ്മൾ മതിൽ ചാടിയാൽ നമ്മൾക്ക് ട്രേസ് ചെയ്യാൻ മൊബൈൽ 3G. നമ്മുടെ കയ്യിലെ ATM ഇന്ത്യയിൽ എവിടെയും ട്രാൻസാക്ഷൻ ചെയ്യാം 4G വിത്ത്. ഇപ്പം ATM കാർഡിൻ്റെ പുതിയ കാർഡ് ഇപ്പം വന്നെന്ന് പറയുന്നിട്ട് അതിനകത്ത് വൈഫൈ കൂടെ അടിച്ചിട്ടുണ്ടെന്ന് പറയുന്നിട്ട് ഞാൻ ചെല്ലേ പാസ്റ്ററെ കേട്ടില്ലേ? കറണ്ടില്ലേ പോലും കാശ് കിട്ടും. സ്വോത്രം. പുതിയ ATM കാർഡ് വൈഫൈ 5G വരുന്നതിനായി വൈഫൈ കൂടെ അടിച്ചേക്കുന്ന അമ്മമാർ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കാര്യം ആനയുടെ വാൽ. 4 ഏറ്റവും വില കൂടിയ കാർ എവിടെ അടിച്ചുകൊണ്ട് പോകാൻ രക്ഷയില്ല. കാർ കണ്ടില്ല, കമ്പനിക്ക് വിളിച്ച് പറഞ്ഞാൽ മതി, വണ്ടി നമ്പർ, രജിസ്ട്രേഷൻ, ഷോറൂമായിട്ട് അപ്പം അവർ ബന്ധപ്പെടും. കാർ ഏത് വെള്ളത്തിലുണ്ടെങ്കിലും അവർ പറഞ്ഞു തരും. സ്വോത്രം. അത് 5 നാം കണ്ടു. വഴിയിൽ വണ്ടി നിർത്തണ്ട, ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് SBIയിലോ ബാങ്കിലോ 500 രൂപ അടച്ച മതിലുകൾ തുറന്നു കിട്ടുമെങ്കിൽ ഇനി മനുഷ്യന്റെ കയ്യിൽ ഒരു ചിപ്പ് കൊടുത്താൽ ലോകം ഒരുവന്റെ കയ്യിൽ. മിണ്ടുന്നില്ല. ഇതിന്റെ പേരാ ഏകലോക ഭരണം. ലോകം ഒരുവന്റെ കയ്യിൽ. എന്നാൽ ഇന്ന് രാത്രി 2 ചിപ്പ് ഒരുവന്റെ കയ്യിൽ വരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ കയ്യിൽ ഒരു ചിപ്പുണ്ട്. നാനോ ആണോ, സിലിക്കോൺ ആണോ, മൈക്രോ ആണോ, DNA ആണോ? വരാൻ പോകുന്നു. Now the vaccine we are taken giving a vaccinated certificate. That means barcode. After നാളെ ഇനി കോവിഡിന് ശേഷമുള്ള സംഭവങ്ങളാണ് വരണം. നിങ്ങൾ കേൾക്കണം. അതിനുശേഷം വന്നാൽ കോവാക്സിന് കോവിഷീൽഡും ഒക്കെ മാറിയാൽ ആഫ്റ്റർ കോവിഡ് വരാൻ പോകുന്നു കൈകളിൽ ഒരു മുദ്ര. Now the mark is taken vaccinated certificate. After COVID വരാൻ പോകുന്ന രോഗങ്ങളെല്ലാം നാളെ പറയാം. അതിനുശേഷം കൈകളിൽ ഒരു മുദ്ര വരാൻ പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, 2 മുദ്ര ഒരു മനുഷ്യന്റെ ശരീരത്ത് വെക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി നമ്മുടെ അകത്ത് ഒരു മുദ്രയുണ്ട്. പൗലോസ് ലീഹ ധന്യൻ ചൊല്ലി എഫേസ്യർ 4:30 വായിക്കാൻ മോളെ. ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ ഇന്ന് തീർക്കാൻ ബാക്കി നാളെ. എഫേസ്യർ 4:30 വായിച്ചാട്ട് മോളെ. പൗലോസ് ലീഹ ധന്യൻ ചൊല്ലി നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക്, ബൈബിൾ ഉള്ളവരെല്ലാം നോട്ട് ചെയ്തിരിക്കണം, നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അന്നേരം ഇന്ന് രാത്രി ഒരു കാര്യം പറയണം, 2 മുദ്ര നമ്മുടെ ശരീരത്തിനകത്ത് വരാൻ നമ്മുടെ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ അകത്ത് നാനോ അല്ല, സിലിക്കോൺ അല്ല, മൈക്രോ അല്ല, DNA അല്ല. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവിന്റെ മുദ്ര പ്രാപിച്ചവർ മരണം കാണാതെ എടുക്കപ്പെടാറ്. ഇന്നു രാത്രി ഇപ്പോൾ നാം അംശമായി കാണുന്നു, ഇപ്പോൾ നാം അംശമായി പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന്, ലോകത്തിന്റെ അവസാനത്തിനും. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളത ഇസ്രയേൽ. ദുബായ് എക്സ്പോ നോക്കിയാൽ മതി, യഹൂദന്റെ കൊടി ഉയർന്നു. സ്വോത്രം. മറ്റൊരു അറബ് രാജ്യത്ത് അങ്ങോട്ട് ചെന്നാൽ യഹൂദനെ കണ്ട അവന്മാർ പറയും കല്ലിബറ അത് യഹൂദ്. സ്വോത്രം. ജാസ് ഈജിപ്റ്റിന് പറ്റിയുള്ള, ജാസ് ഈജിപ്റ്റിന്റെ പപ്പയുടെ പേര് ഇസ്രയേൽ എന്നാണ്. സ്വോത്രം. ഒറ്റയിടത്തും വിസ കിട്ടിയില്ല പാവത്തിന്. അവൻ്റെ പേരിൻ്റെ അപ്പൻ്റെ പേര് ഇതായുണ്ട്. സ്വോത്രം. അവസാനം കിട്ടിയോന്ന് എനിക്ക് അറിയത്തില്ല. സ്വോത്രം. ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ യഹൂദൻ പറയും, അറബി പറയും അല്ല അല്ല പറ മാറിക്കോ. സ്വോത്രം. ഇപ്പം
അവിടെ ഈ യമനിന്ന് പാസ്റ്റർക്കറിയാം, ഇപ്പം യമനിന്ന് ഹൂത്തി വിമതര മിസൈൽ അടിച്ച് അബുദാബി, അത് കഴിഞ്ഞിട്ട് മസ്കറ്റിൻ്റെ മേളിൽ കൂടെ അബുദാബിയുടെ മണ്ടയ്ക്ക് വീണ്. അബുദാബിയിലെ ഷേക്ക് ഇപ്പം ഇസ്രായേലിനോട് പറയുക, അയണ്ടോ 5-6 തരാം. സ്വോത്രം. ഏലിയാവിന് കാക്ക വന്നോല്ലോ അടി വഴിയിട്ട് അടിച്ചിട്ടാണ്. സ്വോത്രം. കണ്ടില്ലേ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഇവിടെ ദുബായിലെ കൊട്ടാരത്തിൽ ചെന്നൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ പേപ്പർ വായിക്കണം. യേശു പറഞ്ഞു, അത്തി തളിർത്തു കൊമ്പിളതായി. സ്വോത്രം. ഒരു കുഞ്ഞൻ 2.5 ഡിസ്ട്രിക്റ്റ് വലിപ്പം 90 ലക്ഷം പേര്. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ വന്നിട്ട് 5 കമ്പനിയൊക്കെ സ്റ്റാർട്ടപ്പ് ടെക്നോളജി കൊടുത്ത്. യേശു പറഞ്ഞ പ്രവചനം നിവൃത്തിയായില്ലയോ? പണ്ട് സജു ജാത്തൻ്റെ ഒരു പ്രിയങ്ക ഗാന്ധിയുടെ വാട്സപ്പ് ചോർത്തി എന്ന് പറഞ്ഞപ്പോൾ ജാത്തന്നു ജഗത്താനെന്ന് പറഞ്ഞ ആൾക്കാരാണ് ബന്ധിക്കോസുകാർ. സ്വോത്രം. ഇപ്പം എല്ലാവരുടെയും ചോർത്തിയില്ല. ഇന്നും വാർത്ത വന്ന് പ്രകാശ. സ്വോത്രം. തീർന്നില്ല. തിരുവനന്തപുരം എയർപോർട്ട് കണ്ടിട്ടുണ്ടോ? ആരും പോയിട്ടില്ലയോ? പ്രാർത്ഥന പ്രത്യേകം. പണ്ട് മഴ പെയ്യുമ്പോൾ വിമാനം വഴിതിരിച്ച് വിട്ടു എന്ന് വാർത്ത കേട്ടിട്ടുണ്ടോ? കാറ്റടിച്ചപ്പം. ഇപ്പം 2:30 ശേഷം ആ ചാക്ക അനന്തപുരിയുടെ മേളിൽ കയറി നിന്നാൽ മതി. പക്ഷി ഇറങ്ങുന്ന പോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന, കാറ്റടിച്ചാലും ഇതടിച്ചാലും. ഇൻസ്ട്രുമെന്റേഷൻ ലാൻഡിങ് തിരുവനന്തപുരം എയർപോർട്ടിന്റെ മുഴുവൻ ഇസ്രായേലിന്റെ ടെക്നോളജി. സ്വോത്രം. പോരെ. ഈ തലമുറ യേശു വരുമോ? യേശു വരുമോ? പ്രവചനങ്ങൾ നിവൃത്തിയായില്ലയോ? സ്വോത്രം. യവനില്ലാതെ ലോകമില്ല. അതാ പറഞ്ഞ അത്തി തളിർത്തു കൊമ്പളതായി. ഇന്നലെ ഭൂമിക്കടിയിൽ ഒരു അറയെ പറ്റി പറഞ്ഞു. ഒരു വാക്യം കൂടെ വായിച്ച് ഇന്ന് നിർത്താം. ബാക്കി നാളെ രാത്രി. വെളിപ്പാട് സഹിഷ്ണുതയുടെ എൻ്റെ വചനം. യോഹന്നാൻ 14:1-2-3 ഒന്ന് വായിച്ചാട്ട് മോനെ, നല്ലതുപോലെ ഒന്ന് കൊടുത്താട്ട്. യോഹന്നാൻ 14:1-2-3 ഒന്ന് വായിച്ചാട്ട് മോളെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ. ദൈവത്തിൽ വിശ്വസിപ്പിൻ. എന്നിലും വിശ്വസിപ്പിൻ. എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ, അപ്പച്ചന്റെ വീട്ടിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. അവിടെ ഇഷ്ടം പോലെ വാസസ്ഥലം ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. യേശു എന്തിനാ പോയേ? ക്രിക്കറ്റ് കളിക്കാനാണോ? വീടൊരുക്കുവാൻ പോയി. ആരെ കൊണ്ടുപോകാൻ? മണവാട്ടിയെ കൊണ്ടുപോകാൻ. സ്വോത്രം. ഞാൻ പോയി. വായിച്ചാട്ട് മോളെ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇന്ന് രാത്രി ഞങ്ങൾ സമയം കഴിഞ്ഞാൽ ഞാൻ കയറി പറയുന്നത് പറഞ്ഞ് പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക ദൈവം യേശു മാത്രം. ഉലകത്തിലെ മഹാന്മാരെല്ലാം ഇന്ന് രാത്രിയും കല്ലറയ്ക്കകത്ത് ഉറങ്ങുമ്പോൾ, ഇന്ന് രാത്രി പലസ്തീനിലെ പടിഞ്ഞാറേ ചെരുവിൽ ആരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അവിടെ 27 ഭാഷയിൽ എഴുതി വെച്ചു, ഹി ഈസ് നോ മോർ ഹിയർ. അവൻ ഇവിടെ ഇല്ല. മരിച്ചവരിൽ ആദ്യ ഫലക്കക്ഷിയായി അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ താമസംവിധ അവനെ കാത്തിരിക്കുന്ന മക്കളെ ചേർക്കുവാൻ യേശു വരാറായി. നല്ലോണം എടുത്തോനെ മോനെ. 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ. 2 മിനിറ്റോടെ മതി അമ്മ നിർത്താൻ പോവാറ്. 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ. മധ്യാകാശത്ത് എത്ര ഗ്രഹമുണ്ട്? 9 ആയിരുന്നു. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അതല്ല ഗ്രഹം. സ്വോത്രം. പള്ളിക്കൂടത്തിൽ പാമ്പ് പറഞ്ഞപ്പോൾ മാവേലി കല്ലെറിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. സ്വോത്രം. അതുകൊണ്ട് ഗ്രഹം മിൽക്കി വേ ഗാലക്സി 9 ഗ്രഹമുണ്ട്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. സ്വോത്രം. പിള്ളേരെ പഠിക്കുന്നത് 9ാമത്തേനെ വെട്ടി. നമ്മുടെ വീട്ടിൽ ചിന്നമ്മാമ നല്ല തേട് കൊണ്ടുവരുമ്പോൾ വാലിനൊരു വെട്ട് കൊടുക്കുന്ന പോലെ സ്വർഗത്തിലെ ദൈവം പ്ലൂട്ടോയെ വെട്ടി. അവിടെ 3 ഭൂമികൾ. ദാ കിടക്കുന്ന മോനെ. ക്ലിയർ സയൻസ് കൊടുക്കണം. അയ്യ സാറോടെ താണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ. കാണുന്നില്ലേ മക്കളെ? 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ. പ്ലൂട്ടോയെ വെട്ടി. 5 കമ്പാർട്ട്മെന്റ് റെഡി. 1 മരിച്ചവരിൽ ആദ്യ ഫലക്കറ്റയായ ക്രിസ്തു. 2 സഭയാകുന്ന മണവാട്ടി. 3 പീഡാകാല രക്തസാക്ഷികൾ. 4 മരണം കാണാതെ 2 അച്ചായന്മാർ പോയിട്ടുണ്ട്. ഹാനോക്ക്, ഏലിയാവ്. അവരിവിടെ വന്ന് മരിക്കും. പറ്റുമെങ്കിൽ നാളെ അത് പറഞ്ഞുതരാം. 5 പഴയ നിയമ വിശുദ്ധന്മാർ. ഹാബേൽ മുതൽ ക്രൂശിലെ കള്ളൻ വരെ പാർക്കുവാൻ 6000 കോടി വീട്. ഇന്ന് രാത്രി ഒരുങ്ങി. നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്നത്തെ പ്രസംഗം അവസാനിക്കുക. ഇന്ന് രാത്രി മധ്യാകാശത്തിൽ വീടൊരുങ്ങി. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? 2ാമത്തെ സയൻസ് ബാക്കി നാളെ. ഇന്ന് രാത്രി ഞാൻ നിർത്താൻ പോകുന്നു. കുഞ്ഞെ, ഇവിടെ ഒരു നല്ല ഭവനം. ചെറുപ്പക്കാരി. 40 വയസ്സ് ചെറുപ്പക്കാരന്, 38 വയസ്സ് ആ പെൺകുട്ടിക്ക്. അവർ ഏറെ നാൾ വിദേശത്തായിരുന്നു. അവരിവിടെ വന്നു. അവർക്കൊരു കുഞ്ഞിനെ കിട്ടി. ഇനി വേറെ കുഞ്ഞുണ്ടാവത്തില്ല. ലാപ്രോസ്കോപ്പി വഴിയൊക്കെ കിട്ടിയതാ. ഒരു സുപ്രഭാതത്തിൽ ഇപ്പം ഈ 2 വയസ്സ് ഈ കുഞ്ഞിന് കരിക്കട്ട പോലെ. ആരും തെറ്റിദ്ധരിക്കരുത്, ഞാനൊരു ഉപമയാ. 2 വയസ്സുള്ള കരിക്കട്ട പോലെ ഒരു കുഞ്ഞ്. ഒരു ദിവസം ഉച്ചയ്ക്ക് അവർ കുഞ്ഞുമായിട്ട് ഭക്ഷണം കഴിച്ചു. ഒരു ബെഡിൽ കിടന്നു.
3:30 ചെറുപ്പക്കാരി ഉണർന്നു. 2 വയസ്സുള്ള കുഞ്ഞ് കിടക്കുക. അവരൊരു തലയണ വെച്ചു. അവർ പറഞ്ഞു, കുഞ്ഞ് അവിടെ കിടക്കട്ടെ, നമുക്ക് പോയി തൊട്ടപ്പുറത്ത് തോട്ടത്തിൽ ഇത്തിരി വെള്ളം അടിക്കാം, വന്നിട്ട് ചായ ഇടാം. ഇവർ 2 പേരൂടെ ഹോസും എടുത്ത് വീടിൻ്റെ തൊട്ടപ്പുറത്ത് തോട്ടത്തിൽ വെള്ളമടി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ നിലവിളി, പോക പോക പോക. നാട്ടുകാർ നിലവിളിച്ച് ഒരു ഓടി വന്നു. വീട് മുഴുവൻ ഷോർട്ട് സർക്യൂട്ട്, മുഴുവൻ പോക. ഇവർ വീട്ടിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ നാട്ടുകാർ പറഞ്ഞ്, കയറരുത്, ഷോർട്ട് സർക്യൂട്ട്, നിങ്ങൾ മരിക്കും. ഇവർ പുറത്ത് നിന്ന് കരയാൻ തുടങ്ങി. ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞാ, ഇനി ഞങ്ങൾക്കൊരു മക്കളുണ്ടാവത്തില്ല, എൻ്റെ കർത്താവേ, നിലവിളിക്കാൻ തുടങ്ങി. അവസാനം ചെറുപ്പക്കാരി നാട്ടുകാർ മാറ്റിയിട്ട് പറഞ്ഞു, ആര് തടഞ്ഞാലും ഞങ്ങളുടെ അകത്തൊരു വിശ്വാസമുണ്ട്, ഞങ്ങളുടെ കുഞ്ഞിന് തീ പറ്റി കാണിയല്ല. സ്വോത്രം. 2 പേരൂടെ കൈക്ക് കോർത്ത് പിടിച്ചുകൊണ്ട് ഒറ്റ ചവിട്ട് വാതിൽ, അതിനകത്തോട്ട് കയറി അല്പ പൊള്ളിയ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഒറ്റ ചാട്ടം. അവർ പറഞ്ഞു, ഇരുനില വീട് കത്തട്ടെ, കാറ് കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, പക്ഷെ ഞങ്ങളുടെ സന്തോഷം ഇത് പോയാൽ, ഞങ്ങളുടെ ചങ്കിലെ ചോരയാൽ ഒരു കുഞ്ഞ് ജനിച്ചെങ്കിൽ, അതിനെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയെങ്കിൽ. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടപ്പോൾ ഒരു പടയാളി അവന്റെ വിലാപ്പുറം കുത്തി 5.5 ലിറ്റർ രക്തമൊഴുകി അവന്റെ ശരീരം അറുക്കപ്പെട്ടെങ്കിൽ, ആ നുറുക്കപ്പെട്ട ശരീരത്തിന്റെ വിലയായ നാം, അവന്റെ രക്തത്തിന്റെ ഓഹരികളായ നാം, മരണം വഴി ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. ആ തീ ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും ജാതിയോട് എതിർക്കുന്നു, ആത്മഹത്യ പെരുകുന്നു. എൻ്റെ നാഥൻ വരാറായി. നൗ ദ ടൈം, വർഷിപ്പ് ടൈം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ, കരമടിച്ച് ശക്തിയോടെ ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നാട്ടെ. അഭിഷേകത്തോടെ ഇന്ന് രാത്രി പാടിയൊന്ന് ആരാധിച്ചാട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ, ഇന്ന് രാത്രി ബന്ധനങ്ങൾ അഴിയട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ ഇന്ന് രാത്രി ഈ ചാങ്ങയിൽ മാത്രമല്ല, ഈ നദി ഒഴുകുന്നിടത്തൊക്കെയും ആ പരിശുദ്ധാത്മാവിന്റെ കൃപ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. യെസ്, നൗ ദ ടൈം, വർഷിപ്പ് ടൈം. ശക്തിയോടെ പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും. നാം പറന്നുയരും, പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും, മക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. അതുകൊണ്ട് സാരമില്ല, കണ്ണുനീ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. നിത്യ തേജസ്സിൽ കനമോർത്തിടുമ്പോൾ ജോലിതേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ശക്തിയോടെ കണ്ണുനീർ സാരമില്ല. യുദ്ധത്തിൽ ശ്രുതിയും കേൾക്കുന്നില്ലയോ, ഇസ്രായേലിന്റെ എഴുന്നള്ളുന്നേ. യേശുവേ, ഒരു മുഖം ഒരിക്കൽ കൂടി